കോട്ടയം ജില്ലയിൽ ഹോം വോട്ടിംഗിന് തുടക്കമായി. പ്രായപരിമിതികളും ശാരീരിക ബുദ്ധിമുട്ടുകളും വോട്ട് ചെയ്യുന്നതിന് തടസ്സമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിപുലമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി 6 ദിവസത്തേക്കാണ് ഈ സൗകര്യം. വോട്ടർമാരുടെ വീട്ടുപടിക്കൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണിത്. ഓരോ വോട്ടറും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കുവാൻ മൊബൈൽ പോളിംഗ് ടീമും സജ്ജമാണ്. ഒരു പോളിംഗ് ബൂത്തിലെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും വോട്ടറുടെ വീട്ടിലേക്ക് ഒരുക്കുന്നുണ്ട്. ഒരു പോളിംഗ് ഓഫീസർ, 2 അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘവുമാണ് ഓരോ വീട്ടിലും എത്തുന്നത്. വോട്ടിന്റെ രഹസ്യ സ്വഭാവം ഒട്ടും ചോരാതെ തന്നെ പ്രക്രിയ വീഡിയോയിൽ പകർത്തി സുതാര്യത ഉറപ്പുവരുത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ആകെ വൻ സന്നാഹമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ആകെ 1,45,592 മുതിർന്ന പൗരന്മാരും 62,220 ഭിന്നശേഷി വോട്ടർമാരുമാണ് ഹോം വോട്ടിംഗ് പട്ടികയിലുള്ളത്. കോട്ടയം ജില്ലയിൽ മാത്രം 16,562 പേർ പട്ടികയിലുണ്ട്. ഏപ്രിൽ 3 വരെയാണ് ഹോം വോട്ടിങ്ങിനുള്ള അവസരം. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് സംഘത്തിന്റെ പക്കലുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുന്ന ബാലറ്റ് അന്നു തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറി സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. ഫെസ്റ്റൂൺ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.